സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശ്ലൈഹിക കൈകൊണ്ടുകൂടി ഡീക്കൻ ഫ്രാങ്കും ഡീക്കൻ വിവിനും മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം സഭയിൽ ബലികർപ്പിക്കുന്നതിനുള്ള പുരോഹിതനായി തീർന്നിരിക്കുന്നു. നിത്യപുരോഹിതനായ യേശുവിന്റെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്ന് അഭിഷിക്തനായിരിക്കുന്ന നവവൈദികരെ അഭിവന്യ പിതാവ് പുരോഹിതരുടെ തിരുവസ്ത്രങ്ങൾ ധരിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഇരിപ്പിടങ്ങളിൽ ശാന്തമായിരിക്കാം. ഭൂമിയുടെ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ന്യായത്തോടും തീഷ്ണതയോടും വിശുദ്ധിയോടും കൂടി തന്നെ പ്രീതിപ്പെടുത്താൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിങ്ങളെ ധരിപ്പിക്കട്ടെ. സുവിശേഷ ഗ്രന്ഥം നൽകുകയാണ്. അർത്ഥികൾ നവവൈദികർ മുട്ടുകുത്തി നൽകുന്നു. സുവിശേഷം പഠിക്കുക, ജീവിക്കുക, പഠിപ്പിക്കുക, പ്രസംഗിക്കുക, ഇവ പുരോഹിതന്റെ പ്രധാനപ്പെട്ട കടമകളിൽ പെട്ടതാണ്. സുവിശേഷം തന്നെയാണ് പുരോഹിതന്റെ ജീവിത നിയമവും. ഇത് അനുസ്മരിപ്പിച്ചുകൊണ്ട് അഭിവന്യ പിതാവ് നവവൈദികർക്ക് സുവിശേഷ ഗ്രന്ഥം നൽകുന്നു. വഴിയും സത്യവും ജീവനുമായ സുവിശേഷം നിങ്ങൾ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിങ്ങളുടെ ശക്തികേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിങ്ങളുടെ ജീവിത നിയമവുമായിരിക്കട്ടെ. തുടർന്ന് തൈലാഭിഷേകമാണ്. പഴയ നിയമത്തിൽ ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കുമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന വ്യക്തികളെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുക പതിവായിരുന്നു. വൈദികൻ സഭാസേവനത്തിനായി പ്രതിഷ്ഠിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്ത വ്യക്തിയാണ്. ഇത് അനുസ്മരിപ്പിച്ചുകൊണ്ട് പിതാവ് ഇപ്പോൾ നവവൈദികരുടെ നെറ്റിയിലും കൈകളിലും വിശുദ്ധ മൂവർ കൊണ്ട് കുരിശടയാളം വരയ്ക്കുന്നു. ഈ സഭയെ പൗരോഹിത്യ നിർവഹണത്തിനായി ഫ്രാൻസിസ് കണ്ണനാക്കിയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തിരുസഭയെ പൗരോഹിത്യ നിർവഹണത്തിനായി ദൈവം ചുറ്റപ്പെടുകയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
പരമാർത്ഥ ഹൃദയത്തോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ കർത്താവ് തന്റെ സാമീപ്യം നൽകി അനുഗ്രഹിക്കുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് തിരുപ്പട്ടാഭിഷേക കർമ്മത്തിലെ സമാപന ആലോചന പ്രാർത്ഥന. ഈ സമയത്ത് നവവൈദികർ അതിവിശിഷ്ട ദാനം നൽകിയ ദൈവത്തോട് തങ്ങളെ എന്നും കാത്തുപരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാനോനയുടെ ആരംഭത്തിലും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് ചൊല്ലി കാനോന അവസാനിക്കുമ്പോഴും നവവൈദികർ അഗാധാചാരം ചെയ്യുന്നു. കർത്താവിനെ മാത്രമായി